നിങ്ങൾ ഈ നോമാൻസ് ലാൻഡ് എന്ന ഒരു രാജ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഏതോ ഒരു യൂറോപ്യൻ കൺട്രി ആണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇതിന്റെ മറ്റൊരു പേര് ഞാൻ പറയാം, കരപ്പുറം. ഈ പേര് കുറഞ്ഞപക്ഷം ആലപ്പുഴ ജില്ലക്കാർക്കെങ്കിലും അറിയുവാൻ സാധിക്കും. പണ്ട് ചെമ്പകശ്ശേരി രാജ്യത്തിന്റെ ഭാഗമായിരുന്നു കരപ്പുറം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം. വടക്ക് പള്ളുരുത്തി മുതൽ തെക്ക് പുറക്കാട് വരെ ഏകദേശം ഒരു 70 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു തീരമേഖല. ഇതിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നോമാൻസ് ലാൻഡ് എന്ന ഒരു പേര് കൂടിയുണ്ട്. ആ പേര് എങ്ങനെ വന്നു എന്ന് ഞാൻ വീഡിയോയിൽ പുറകെ പറയാം. ഈ കരപ്പുറത്തിന്റെ കടലോര ജീവിതങ്ങൾ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോ. കണ്ണമാലിയിൽ നിന്നാണ് നമ്മളിത് തുടങ്ങുന്നത്. നമ്മുടെ ആദ്യത്തെ ആ ഒരു പോയിന്റ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കണ്ണമാലി പള്ളിയാണ്. എറണാകുളം ജില്ലയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് കണ്ണമാലി പള്ളി. ഇതായി കാണുന്നതാണ് കണ്ണമാലി പള്ളിയുടെ ഒരു പ്രവേശന കവാടമാണ്. ഇത് വേമ്പനാട് കായലിന് അഭിമുഖമായിട്ടാണ് ഈ കണ്ണമാലി പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ പള്ളിയുടെ ഇവിടുന്ന് ഒരു പടിഞ്ഞോട്ടൊരു 300 മീറ്റർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അറബിക്കടലാണ്. അറബിക്കടലിനും വേമ്പനാട് കായലിനും ഇടയ്ക്കുള്ള ആ ഒരു കുറച്ച് ഗ്യാപ്പുള്ള ആ സ്ഥലത്താണ് ഈ കണ്ണമാലി പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സാമാന്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ പള്ളിയിൽ ഇത് നടക്കുന്നുണ്ട്, കുർബാന നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ നേരെ കാണുന്നതാണ് പള്ളി. അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ചാപ്പലാണ്. അതുപോലെ തന്നെ ഈ രാവിലത്തെ മഴ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെയൊക്കെ മഴ പെയ്ത് നനഞ്ഞ് കിടക്കുകയാണ്. അവസാനിപ്പിക്കുകയാണ്. ഇതാ കണ്ട, നമ്മൾ കണ്ടില്ല ഒരു ഭീമാകാരമായ ഒരു മണി സ്തൂപവും അതുപോലെ തന്നെ ഐശ്വര്യമുള്ളൊരു കൊടിമരവും ഒക്കെ കണ്ട. ഇവിടെ നിന്ന് നമ്മൾ നേരെ അടുത്തത് ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. അടുത്ത നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ബീച്ചാണ് പുത്തൻതോട് ബീച്ച്. നമ്മളിത് പുത്തൻതോട് ബീച്ചിന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് കണ്ടൊരു കാഴ്ച കണ്ടത്, ആ ബൈക്കിൽ ഇരിക്കണവരാണെന്ന് നോക്കിയ ഒരു ഡോഗ്. പുള്ളി ആ പെട്രോൾ ടാങ്കിന്റെ മേളിൽ കയറി അങ്ങ് പരിചയസമ്പന്നനെ പോലെ അങ്ങനെ ഇരിക്കുകയാണ്. നമ്മളങ്ങനെ പുത്തൻതോട് ബീച്ചിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഒരു മണൽത്തിട്ടയുണ്ട്. ഈ മണൽത്തിട്ട കടന്നിട്ട് വേണം നമുക്ക് ഇത് ബീച്ച് കാണാനായിട്ട്. ഇത് കണ്ടത് അതെ, ഇവിടെ കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയല്ല, അപ്പോൾ അവർ കാറിൽ വന്ന ടീമാണ്, ഒരു ഫാമിലിയോടെ വന്നിട്ടുണ്ട്. അവരാണ്, അതിലെ കുട്ടികളാണ് ഈ ഫുട്ബോളൊക്കെ കളിച്ചിവിടെ നിൽക്കുന്നത്. ഈ ഒരു ടൈപ്പ് കല്ല് ഈ കടൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ടിരിക്കുന്നത് ഉരുളൻ കല്ല്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. പലയിടത്തും കരിങ്കല്ലും ട്രൈപ്പോഡും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഉരുളൻ കല്ല് കാണുന്നത് ആദ്യമായിട്ടാണ്. മഴ പിന്നെയും ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുത്തൻതോട് ബീച്ച് വലിയ ഒരു ബീച്ചൊന്നും അല്ല കേട്ടോ. ഇവിടെ സഞ്ചാരികളൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളം ആയിട്ടുള്ളതെന്നാണ് ആ ചായക്കടയിലെ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ ആൾത്തിരക്കൊന്നുമില്ല. പുത്തൻതോട് ബീച്ചിൽ നിന്നും ഇനി നമ്മൾ നേരെ പോകുന്നത് കണ്ടക്കടവ് ബീച്ചിലേക്കാണ്. കണ്ടക്കടവ് ബീച്ച് കാണുന്നതിന് മുമ്പായിട്ട് മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. അതും കൂടി നമുക്ക് കണ്ടിട്ട് കണ്ടക്കടവ് ബീച്ചിലേക്ക് പോകാം. ഇത് കണ്ട, ഈ റോഡിന്റെ ഓരത്തെ കുറെ സ്കൂട്ടറും ബൈക്കും ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ട. അവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. വേറൊന്നുമല്ല, ഇവിടെ രാവിലെ ഒരു മീൻ മാർക്കറ്റ് ഉണ്ട്. ആ മീൻ മാർക്കറ്റിൽ മീൻ വാങ്ങിക്കാൻ വന്നിരിക്കുന്നവരാണ്. ഇവിടെ വരുന്ന മീനും ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായൽ മത്സ്യങ്ങളാണ്. അതായത് ഇവിടെ ചുറ്റുപാടുമുള്ള കായലിൽ നിന്നും അതുപോലെ തന്നെ കെട്ടിൽ നിന്നും ഒക്കെ പിടിക്കുന്ന മീനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ ലേലമാണ് നടക്കുന്നത്. രാവിലെ അതേ ഇത് കണ്ടില്ല, ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അതായത് മീന് വീട്ടാവശ്യത്തിനും അതുപോലെ വിൽപ്പനയ്ക്കും ഒക്കെ ആവശ്യത്തിനുള്ള മീന് വാങ്ങിക്കുന്നവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലേലം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ വരുന്നത് ചെമ്മീൻ, കരിമീൻ, കൊഞ്ച്, കണമ്പ്, പൂളാൻ, കൂരി, ഞണ്ട്, അങ്ങനെ കായലിൽ നിന്ന് കിട്ടുന്ന എല്ലാവിധ മീനുകളും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. മിക്കവാറും എല്ലാം തന്നെ ജീവനുള്ള, അതായത് കണ്ടില്ല ഒരു കരിമീൻ കിടന്നിട്ട് ചാടണ കണ്ട. മിക്കവാറും എല്ലാം തന്നെ ജീവനോട് കൂടിയുള്ള മീനുകളാണ് കൂടുതലും ഇവിടെ വരുന്നത്.
അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിലൊക്കെ കുറച്ച് കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞങ്ങളുടെ അവിടുത്തെ ലോക്കൽ മാർക്കറ്റിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ലേലം വിളിക്കുന്ന കരിമീന്റെ ഒക്കെ വില കേൾക്കുമ്പോഴത്തേക്ക് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആ മാർക്കറ്റിലെ കാഴ്ചയൊക്കെ നല്ല രസമുള്ളതല്ലായിരുന്നു. അവിടെ രാവിലെ 7:30 തൊട്ടാണ് അവിടെ ലേലം തുടങ്ങുന്നത്. അത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് മീനെല്ലാം വിറ്റ് തീരും. അവിടുന്ന് നമ്മൾ നേരെ ഒരു 100-300 മീറ്റർ പടിഞ്ഞോട്ട് മാറിയിട്ടുള്ള കണ്ടക്കടവ് ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ബീച്ചിന്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് മേളിലോട്ടൊന്ന് കയറി നോക്കാം. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ചേലോടെ ചെല്ലാൻ. ആ ചെടിച്ചട്ടിയിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ചേലോടെ ചെല്ലാനം. ഇത് ചെല്ലാനം പഞ്ചായത്തിന്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചേലോടെ ചെല്ലാനം കണ്ട ആ ശ്ലോകം കുഴപ്പമില്ല. അത് നമ്മൾ ആ പുത്തൻതോട് ബീച്ചിൽ കണ്ടതുപോലെയല്ല കേട്ടോ. ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ഈ ബീച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കണ്ട കൈവരി, അതിനിപ്പുറത്ത് ആൾക്കാർക്ക് സഞ്ചാരികൾക്കൊക്കെ നടക്കാനുള്ള നടപ്പാത, അതിന്റെ ഇപ്പുറത്ത് കടലാക്രമണം ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ആ ഒരു സാധനത്തെ ട്രൈപ്പോഡ് എന്നാണെന്ന് അതിന്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറെ ആൾക്കാരൊക്കെ ഇവിടെ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഈ ട്രൈപ്പോഡിൽ കയറി നിന്നിട്ടാണ് ചൂണ്ടയിടുന്നത്. അവരൊക്കെ പരിചയസമ്പന്നരാണ്. അവര് സൂക്ഷിച്ചൊക്കെയാണ് നിൽക്കണം. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ കൈവരിയുടെ അപ്പുറത്തോട്ട് കടക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ചൂണ്ടയിടുന്നുണ്ട്. ആ ഒരു മഴക്കാറ് പിന്നെ ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഒരു ഹാർബറിലേക്കാണ്, ചെല്ലാനം ഹാർബർ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു അബദ്ധം പറ്റി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടുന്ന് ആരും വലയ്ക്ക് പോകാറില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ വിജനമായിട്ട് കിടക്കണം, അത് വളരെ ശൂന്യമായിട്ടാണ് കിടക്കുന്നത്. സാധാരണഗതിയിൽ വലയ്ക്ക് പോയിട്ട് ആൾക്കാർ വന്ന വല വലിക്കുന്നതിന്റെ മീനിന്റെ കച്ചവടവും അങ്ങനെയുള്ള ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ഹാർബറാണിത്. പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ആൾക്കാർ വല നന്നാക്കാനായിട്ട് ഇരിപ്പുണ്ട്. അത് മാത്രമേ ഉള്ളൂ. താണ്ടെ ഇവിടെ ഒരു പുള്ളിക്കാരൻ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. ചെറിയ മീനാണ്, ഈ വറ്റയുടെ കുഞ്ഞിനെയാണ് പുള്ളി പിടിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. പുള്ളി തീറ്റയിട്ട് ഉടനെ തന്നെ മീൻ കൊത്തുന്നുണ്ട്. ഇതിന്റെ അടിയിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് ഈ ചെറിയ മീൻ ഇങ്ങനെ നിപ്പുണ്ട്. അത് പെട്ടെന്ന് കൊത്തുന്നുണ്ട്. പുള്ളി ആ തീറ്റ പൊരുക്കാനായിട്ടുള്ളൊരു താമസം മാത്രമേ ഉള്ളൂ. ആ തീറ്റ അങ്ങോട്ട് ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ മീൻ കയറി പിടിക്കുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ചെമ്പകശ്ശേരി രാജ്യത്തിന്റെ ഭാഗമായ കരപ്പുറത്തിന് നോമാൻസ് ലാൻഡ് എന്നൊരു പേര് എങ്ങനെ വന്നു എന്നുള്ളത്. ഞാൻ ആ കഥ പറയാം. അപ്പൊ നിങ്ങൾ ഈ ചെല്ലാനം ഹാർബറിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ആ കഥയും കേൾക്കുക. പണ്ട് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ രാജാവ് കന്യാകുമാരി തൊട്ട് വടക്കോട്ടുള്ള ചെറു രാജ്യങ്ങളെല്ലാം കീഴടക്കി തന്റെ രാജ്യം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയ ആ ഒരു പടയോട്ടത്തില് ചെമ്പകശ്ശേരി രാജ്യവും അദ്ദേഹം കീഴടക്കി. ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കിയെങ്കിലും ബ്രാഹ്മണനായിട്ടുള്ള ചെമ്പകശ്ശേരി രാജാവിനെ വിട്ടയക്കാൻ അദ്ദേഹം ബ്രാഹ്മണശാപം ഭയന്ന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ രാജ്യഭരണമില്ലാതെ ഒരു തടവുകാരനെ പോലെ കഴിയാൻ ആഗ്രഹമില്ലെന്ന് വാശി പിടിച്ച ചെമ്പകശ്ശേരി രാജാവ് മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ നിരാഹാരം ആരംഭിച്ചു. വെറും ഒരു തോർത്തുമുണ്ട് മാത്രം ഉടുത്തുകൊണ്ടാണ് അദ്ദേഹം നിരാഹാരം കിടന്നത്. ചെമ്പകശ്ശേരി രാജാവിന്റെ ആരോഗ്യമൊക്കെ വഷളാകാൻ തുടങ്ങിയതോടുകൂടി മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തെ ഏറ്റെടുക്കാൻ കൊച്ചി രാജാവിനോട് അഭ്യർത്ഥിച്ചു. ആ ഒരു ചർച്ചയിൽ ചെമ്പകശ്ശേരി രാജാവിനെ ഏറ്റെടുക്കുന്നതിന് പകരം ഫലഭൂയിഷ്ടമായ ഈ കരപ്പുറം എന്ന് പറയുന്ന ആ പ്രദേശം കൊച്ചിക്ക് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മാർത്താണ്ഡവർമ്മ ഇത് അംഗീകരിച്ചില്ല. പട്ടിണി കിടക്കുന്ന ചെമ്പകശ്ശേരി രാജാവ് മരണപ്പെട്ടാൽ ഈ ബ്രാഹ്മണ ശാപം ഏറ്റെങ്കിലോ എന്ന് ഭയന്ന് കൊച്ചി രാജാവ് ഒരു നിബന്ധന വെച്ച് ചെമ്പകശ്ശേരി രാജാവിനെ ഏറ്റെടുത്തു.
തിരുവിതാംകൂർ രാജാക്കന്മാരോ കൊച്ചി രാജാക്കന്മാരോ കരപ്പുറത്ത് കടക്കരുത്, ഇത് ലംഘിക്കുന്നവർക്ക് രാജ്യം നഷ്ടപ്പെടും. അത് അങ്ങനെ ആര് ലംഘിച്ചാലും എതിർ വിഭാഗത്തിന്റെ രാജ്യത്ത് കരപ്പുറം ലയിക്കും. ഇതായിരുന്നു ഉടമ്പടി. അങ്ങനെയാണ് ഈ സ്ഥലം നോമാൻസ് ലാൻഡ് എന്ന ഒരു പേര് വന്നത്. പിന്നീട് ദിവാൻ രാജാ കേശവദാസൻ ഈ കരപ്പുറം എന്ന ഭാഗം തിരുവിതാംകൂറിന്റേതായിട്ട് പരിപൂർണമായി ചേർത്തുകൊണ്ടുള്ള ഒരു വിളംബരം പുറപ്പെടുവിച്ചു. അങ്ങനെ ഈ ഭാഗം പൂർണ്ണമായിട്ടും തിരുവിതാംകൂറിന്റെ ഭാഗമായി. എന്നിരുന്നാലും പണ്ടത്തെ രാജാക്കന്മാരുടെ ആ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അത് പാലിക്കുന്നതിന് വേണ്ടി പിന്നീടുള്ള തിരുവിതാംകൂർ രാജാക്കന്മാർ ആരും തന്നെ ഈ കരപ്പുറത്ത് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ചരിത്രം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും വിധത്തിൽ വസ്തുതാപരമായിട്ടുള്ള പിശകുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്നും കൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കുകയും വേണം. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് 2 ഭാഗമായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 2ാം ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത ഭാഗം വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.